എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് വൃശ്ചികം 14-ാം തീയതി 30/11/2025 ഞായറാഴ്ച. ഇന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി വീട്ടിലിരിക്കുന്ന ദിവസമാണ്. പിന്നെ മണ്ഡലകാലമായതുകൊണ്ട് അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന നല്ലൊരു ദിവസമായിരിക്കും. ഇന്ന് ധാരാളം വിവാഹാധികാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിവാഹങ്ങളിലൊക്കെ പങ്കെടുക്കാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ ഉത്സാഹത്തോടു പോകുന്ന ദിവസമാണ്. എങ്കിലും നമുക്ക് ഇന്നത്തെ ഫലം ഒന്ന് പരിശോധിക്കാം. ഇന്ന് നമുക്ക് എങ്ങനെയുണ്ട് എന്ന്, മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ പെട്ടെന്നുള്ള ചില യാത്രകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ യാത്രകളെല്ലാം ഫലപ്രദമായ അനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ്. ചെറിയ ചില കേസുകളോ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉള്ളതൊഴിച്ചാൽ ഇന്ന് മേടക്കൂറുകാർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ ഏതൊരു കാര്യം ഇടപെടുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. കാരണം ഏഴരശനിക്കാലമാണ്. വീഴ്ച, ഒടിവെച്ചതോ മുറിവിനൊക്കെ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിത സ്പീഡിൽ വാഹനം ഓടിക്കാതെ ഇരിക്കുക. മാതാപിതാക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് തന്നെ മുമ്പോട്ട് പോയാൽ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ചില സഹായഹസ്തങ്ങൾ തേടി വരുന്നതാണ്. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. ധാരാളം പേരെ കണ്ടുമുട്ടാനും പുതിയ പുതിയ വഴികൾ കണ്ടുമുട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങൾ, മംഗളകാര്യങ്ങൾ, വസ്തു വാങ്ങൽ, വിൽക്കൽ, ഇതിനൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സ്ഥിരമായ തീരുമാനവും ഉറച്ച മനസ്സോടും കൂടിയിരുന്നാൽ പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നതാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയോ വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. അഗ്നിഭയമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വസ്ത്രങ്ങൾക്ക് തീ പിടിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളുള്ള ദിവസങ്ങളാണ്. ഇതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അയൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അഗ്നി സംബന്ധമായ പാചകക്കാർ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വീട്ടമ്മമാരും ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ഉച്ചയ്ക്ക് ശേഷം വളരെ ആക്റ്റീവായി ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ഗ്രഹസംബന്ധമായ ചില നവീകരണങ്ങളോ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ധനപരമായ ചില പ്രതീക്ഷകൾ കൈവരുന്ന ദിവസമാണ്. നിരാശയും ദുഃഖവുമൊക്കെ ഒരു പരിധിവരെ മാറുന്ന ഒരു ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അഭിനേതാക്കൾക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. ഇന്ന് പുതിയ ചാൻസുകളെല്ലാം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഒരു ഭദ്രത ഉറപ്പുവരുത്തുന്ന ദിവസമാണ്. സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി സംസർഗം ചെയ്യാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയ, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശാരീരികമായും മാനസികമായും വളരെ അയവ് ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ പല പ്രതീക്ഷകളും കൈവരിക്കുന്ന ദിവസമാണ്. പുണ്യക്ഷേത്ര ദർശനത്തിന് സാധ്യത കാണുന്നു. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. സാമ്പത്തികമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ക്ലേശങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ്. വൈവാഹിക കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. ഇഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടെത്തുവാനും കമിതാക്കൾക്കും ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ പുതിയ പദ്ധതികളിലേക്ക് മുന്നിട്ടിറങ്ങുവാനും പുതിയ ജോലി സാധ്യതയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ചിലവുള്ള ഒരു ദിവസമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും യാത്രയ്ക്കുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതും അത്യാവശ്യമാണ്. ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. അവധി ദിവസമായതുകൊണ്ട് ദൂരയാത്രയോ അല്ലെങ്കിൽ പിക്നിക്കിനോ ഒക്കെ പോകുമ്പോൾ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കാതെ തീർച്ചയായും ഇരിക്കണം. ഇന്നത്തെ ദിവസം ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ
നന്നായി തന്നെ പോകുന്നതാണ്. വൈകുന്നേരത്തോടുകൂടി വളരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ഇഷ്ടജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരുന്നത് കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ശാരീരികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരുവിധം പരിഹരിക്കുന്ന ദിവസമാണ്. എങ്കിലും കണ്ടകശനി കാലമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണ്. മറ്റ് കണ്ടകശനിക്കാരേക്കാൾ ഏറ്റവും അധികം കണ്ടകശനി ബാധിക്കുന്നത് 7ാം ഭാവത്തിൽ കണ്ടകശനി വരുമ്പോഴാണ്. ആ കണ്ടകശനി അഷ്ടമശനിയായി വീണ്ടും അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വരുമല്ലോ. ഇനി 2.5 വർഷമില്ല, എങ്കിലും മൊത്തം 5 വർഷമാണ് 7ൽ ശനി നിൽക്കുന്നവർക്ക് കഷ്ടസമയം ഉള്ളത്. അതുകൊണ്ട് ശാസ്താക്ഷേത്ര ദർശനം, പ്രദക്ഷിണം, ഈശ്വര പ്രാർത്ഥന, സത്സംഗങ്ങളുമായിട്ടുള്ള സംസർഗം ഒക്കെ നമ്മൾ ഇപ്പോൾ എടുക്കേണ്ടതാണ്. അതേപോലെ ഓരോ കാര്യം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അഭിനന്ദനങ്ങളുമൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഉദ്യോഗ കയറ്റത്തിനോ ശമ്പള കയറ്റത്തിനോ ഒക്കെ വഴി തെളിഞ്ഞ് വരുന്ന ചില സൂചനകൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എല്ലാ തരത്തിലുമുള്ള ബാധ്യതകൾ തീർക്കാൻ ഉതകുന്ന രീതിയിൽ വസ്തു സംബന്ധമായ ചില ഇടപാടുകൾ നടക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതീക്ഷ വരാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹനാദി കാര്യങ്ങളിൽ റിപ്പയറോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ പാചക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്ലേശങ്ങളുണ്ടാകുവാനും പല പാകപ്പിഴകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുകയും ഉചിതമായ സഹായികളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ഗൃഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിരുന്നുകാർ അപ്രതീക്ഷിതമായി വരാനും അതേപോലെ ഒരു തിരക്ക് കൂടുവാനും പൊള്ളലോ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ബന്ധുമിത്രാദികളുടെ സമാഗമം കൊണ്ട് മനക്ലേശങ്ങളൊക്കെ മാറുന്ന ദിവസമായിരിക്കും. പങ്കാളിയുമായി നല്ല സ്വരച്ചേർച്ചയിൽ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് ഉയർച്ച വരും എന്ന് ആശ്വസിക്കാൻ തക്ക വിധം പല സൂചനകൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമുള്ളവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്ന ദിവസമാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിനോ ഒക്കെ വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ ചില ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാനും സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ സാധ്യത കാണുന്നു. സാമ്പത്തികമായ ചിലവ് വളരെയധികം കൂടിയ ദിവസമാണെങ്കിലും വരുമാനവും അതനുസരിച്ച് ഉണ്ടാകുന്ന ദിവസമാണ്. നിക്ഷേപങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇന്നൊരു തീരുമാനമെടുക്കാനായിട്ട് നല്ല ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കൾക്ക് അഭയസ്ഥാനം ലഭിക്കുവാനും അവർക്ക് സഹായം കൊടുക്കുവാനുമൊക്കെ സാധിച്ചതിൽ അഭിമാനം കൊള്ളാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് വളരെ നല്ല ദിവസമായി കാണുന്നു. അതേപോലെ കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ പ്രത്യേകമായ ചില നല്ല അനുഭവങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യത കാണും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സന്താനലബ്ധിക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരികയും അതേപോലെ അതിനുള്ള സൂചനകൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. വൈകുന്നേരത്തോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ കലശലാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. വാഹനങ്ങൾക്ക് ചില റിപ്പയറുകൾ വരാനും സാധ്യത കാണുന്നു.
അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ബന്ധുക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാവുകയും അല്ലെങ്കിൽ പെണ്ണ് കാണൽ പോലെയുള്ള ചടങ്ങുകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് വിവാഹസമ്മതം മൂളിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് സാധ്യത തെളിയുന്ന ദിവസമാണ്. ഉല്ലാസയാത്രകൾക്കും സാധ്യത തെളിയുന്ന ഒരു ദിവസമായിരിക്കും. യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളെല്ലാം വൈകിയാണെങ്കിലും വളരെ അനായാസേന നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. വളരെ ആലസ്യവും ക്ഷീണവുമൊക്കെ അനുഭവപ്പെടുന്നൊരു ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അതെല്ലാം മാറി വളരെ ഊർജ്ജസ്വലരാകുന്ന ഒരു ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം പല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനും ഒക്കെ സാധ്യതയുണ്ട്. ലാഭകരമായ ചില കച്ചവടങ്ങൾ നടക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. മീഡിയേറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് മധ്യസ്ഥത വഹിച്ച് വസ്തുവകകൾ കച്ചവടം ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ പല കാര്യങ്ങൾ നടക്കാനും സാമ്പത്തികമായ നേട്ടം കൈവരുവാനുമൊക്കെ സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി എല്ലാവരും മുൻപോട്ട് പോവുക. ഈശ്വരാധീനമാണ് എല്ലാത്തിനും അധിഷ്ഠിതമായ വസ്തുത. അതേപോലെ ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറയുന്നു.